വൈക്കം CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ കർഷകന്റെ ആത്മഹത്യയിൽ ദുരൂഹതകളില്ലെന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യക്കുറിപ്പ് ബന്ധുക്കളെ കാണിച്ച് വ്യക്തത വരുത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആത്മഹത്യക്കുറിപ്പിലുമുള്ളത്. ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ച് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. കെ അഖിൽ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, ഇതിലിപ്പോൾ ഈ വീട്ടുകാരെ കാണിച്ച് ബന്ധുക്കളെ കാണിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബന്ധുക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇക്കാര്യം? ശ്രുതി, പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ ദുരൂഹതകളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ചെല്ലപ്പൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന പോസ്റ്റുകളിലായാലും ശരി, ആത്മഹത്യക്കുറിപ്പിലായാലും ശരി, പറയുന്ന വ്യക്തികളുമായിട്ട് സമീപകാലങ്ങളിൽ ഒന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായതോ അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അന്വേഷണത്തിൽ അത്തരത്തിൽ ഈ സമീപകാലങ്ങളിൽ ഈ വ്യക്തികളുമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ മറ്റ് ദുരൂഹതകളില്ല എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. പക്ഷേ പൂർണ്ണമായും ബന്ധുക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആശങ്കകൾ പോലീസ് തള്ളിക്കളയുന്നില്ല. പ്രാഥമികമായ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ആളുകളെ ഡയറക്റ്റായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിൽ എന്തെങ്കിലും ഇടപെടലുണ്ടോ. അതായത് ഇതിൽ പറയുന്ന കേസുകളായാലും ശരി, പ്രശ്നങ്ങളായാലും ഒക്കെ 10-18 വർഷം മുമ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് അല്ലെങ്കിൽ 10-12-18 വർഷം മുമ്പുള്ള ഈ കേസുകൾ ഇപ്പോഴുള്ള സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നയിച്ച ആത്മഹത്യയിലേക്ക് കാരണമായി അല്ലെങ്കിൽ അതിന്റെ പ്രേരണയായി എന്ന ഘട്ടത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് നിലവിൽ പോലീസ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോൺ രേഖകളടക്കം സമീപ ദിവസങ്ങളിലെ കോൾ രേഖകൾ, ഇദ്ദേഹം ആരുമായി ബന്ധപ്പെട്ടു, വാട്സപ്പ്, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെ ചാറ്റുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തി ഒരു വിശദമായ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇതിലൊരു ദുരൂഹതകളിലേക്ക് സാധ്യതകൾ ഇല്ല എന്നൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് പോലീസ് എത്തുകയും ചെയ്തത്. നമുക്കറിയാം, കുടുംബം തന്നെ നേരത്തെ ആത്മഹത്യാക്കുറിപ്പിൽ എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ആത്മഹത്യക്കുറിപ്പ് എന്തായാലും ഇപ്പോൾ കുടുംബത്തെ കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ പോലീസ് വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ആത്മഹത്യക്കുറിപ്പിൽ നേരത്തെ ഈ വീഡിയോയിലടക്കം പറഞ്ഞിരുന്ന CPIയുടെ പ്രാദേശിക നേതാക്കളുടെ പേരും ഒപ്പം തന്നെ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു എന്ന് തന്നെയാണ് പറയുന്നതിൽ നേരിട്ട പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഇല്ല എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു വിശദമായ അന്വേഷണം ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഇപ്പോഴും ആ കുടുംബങ്ങളുടെ ആരോപണവും ഒന്നും പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു വിശദമായ അന്വേഷണം നടത്തി വൈകാതെ തന്നെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രുതി, ശരി, വ്യക്തമാണ്. അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്.